ജി കെ മിൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ബയോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3rd ചാപ്റ്ററാണ്, കിങ്ഡം പ്ലാന്റ്. 3rd ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടും പിന്നെ ആൽഗയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിനകത്ത് കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ, ഈ 5 കിങ്ഡമാണ് ഉള്ളത്. അതിൽ കിങ്ഡം മൊണീറയും പ്രോട്ടിസ്റ്റ ആൻഡ് ഫംഗൈ ഇത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ്സുകൾ ജസ്റ്റ് കാണുക, അതിനുശേഷം ഈ ക്ലാസ് കാണാം. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്ലാന്റെയാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇത്ര മാത്രം പഠിച്ചാൽ മതി നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട്. സോ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത് സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അതായത് എക്സ്റ്റേണലി നമ്മൾ കാണുന്ന ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് മാത്രം ഉള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇവിടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഒരേ വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ മാത്രം വെച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണത്. അതിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഇത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെയും ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന് പുറമെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സും, അതായത് അൾട്രാ സ്ട്രക്ചർ, അനാറ്റമി, എംബ്രയോളജി, ഫൈറ്റോ കെമിസ്ട്രി തുടങ്ങിയ ഇൻറ്റേർണൽ ഫീച്ചേഴ്സിനും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഒരു ഓർഗാനിസത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനമാണ് അനാറ്റമി. എംബ്രയോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എംബ്രയോ, ഒരു എംബ്രയോ, അതിൻ്റെ ഫോർമേഷൻ, അതിനെയൊക്കെ കുറിച്ച് ഉള്ള പഠനമാണ് എംബ്രയോളജി. ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി എന്നത് പ്ലാന്റ്സിൻ്റെ എല്ലാം കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ചുള്ള പഠനമാണ്. ഓരോ പ്ലാന്റ്സിനും ഓരോ കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടാവും. അതിൽ ഓരോ ഇലമെൻസിൻ്റെ പ്രസൻസ്, അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള പഠനമാണ് ഫൈറ്റോ കെമിസ്ട്രി. സച്ച് എ ക്ലാസിഫിക്കേഷൻ ഫോർ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ ജോർജ് ബെൻതം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹൂക്കർ. അങ്ങനെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫ്ലവറിംഗ് പ്ലാന്റ്സിന് വേണ്ടി ആദ്യമായി കൊണ്ടുവന്നത് ജോർജ് ബെൻതം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹൂക്കർ ആണ്. ഈ 2 സയൻറ്റിസ്റ്റാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ദിസ് ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസംസ്. ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം, ഹ്യൂമൻസ് ഉണ്ടായത് പ്രൈമേറ്റ്സിൽ നിന്നാണ്, അല്ലേ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചിട്ടാണ് ഹ്യൂമൻസ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗാനിസംസ്. ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു സെയിം ടാക്സ ഹാവ് എ കോമൺ ആൻസസ്റ്റർ. ഒരേ ടാക്സയിൽ, ടാക്സ എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ കാണാത്തവർ ആ ക്ലാസ്സുകൾ കാണുക. ഒരേ റാങ്കിൽ അല്ലെങ്കിൽ ഒരേ ടാക്സയിലുള്ള ഓർഗാനിസംസിന് ഒരേ ആൻസസ്റ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂമറിക്കൽ ടാക്സോണമി ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ന്യൂമറിക്കൽ ടാക്സോണമി. ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൂടെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി. നമ്പർ ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ഡേറ്റ ആർ ദെൻ പ്രോസസ്ഡ്. ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നിനും ഓരോ നമ്പർ അല്ലെങ്കിൽ കോഡ് കൊടുക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ക്യാരക്ടർ ഇസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. Next is cytotaxonomy. It is based on cytological information like chromosome number, structure, behavior. സൈറ്റോളജിക്കൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സൈറ്റോടാക്സോണമി.
സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ്. നമുക്കറിയാം സ്റ്റഡി ഓഫ് സെൽസ് ആണ് സൈറ്റോളജി അല്ലേ. ഈ സൈറ്റോ എന്ന് പറയുന്ന വേർഡ് സെല്ലുമായിട്ട് റിലേറ്റഡ് ആണ്. സോ സെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സോണമിയാണ് സൈറ്റോ ടാക്സോണമി, ലൈക്ക് ക്രോമസോം നമ്പർ, സ്ട്രക്ചർ എക്സെട്ര. നെക്സ്റ്റ്, കീമോടാക്സോണമി. ഇറ്റ് യൂസസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനുള്ളിലെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കീമോടാക്സോണമി. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റയിൽ നിങ്ങൾക്ക് 5 മെമ്പേഴ്സിനെയാണ് പഠിക്കാനുള്ളത്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പംസ്, ആൻജിയോസ്പംസ്. ഒന്നുകൂടെ, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പംസ്, ആൻജിയോസ്പംസ്. ഇത്രയുമാണ് കിങ്ഡം പ്ലാന്റയിൽ വരുന്ന മെമ്പേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽഗെയാണ് പഠിക്കുന്നത്. ആൽഗെ ആർ ക്ലോറോഫിൽ ബിയറിംഗ്, സിമ്പിൾ, താലോയിഡ്, ഓട്ടോട്രോപ്സ്. ക്ലോറോഫിൽ ബിയറിംഗ് ആണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൽഗെ ഓട്ടോട്രോപ്സ് ആണ്, അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. സോ ഓട്ടോട്രോപ്സ് ആണ്. ആൻഡ് ദേ ആർ സിമ്പിൾ. ആൽഗെ സിമ്പിൾ ഓർഗനൈസേഷനുള്ള പ്ലാന്റ്സ് ആണ്. കിങ്ഡം പ്ലാന്റയിൽ വരുന്ന സിമ്പിൾ ഓർഗനൈസേഷനുള്ള മെമ്പേഴ്സാണ് ആൽഗെ. ആൻഡ് താലോയിഡ്, അതായത് ഹാവിങ് താലസ്. താലസ് എന്നത് പ്ലാന്റ് ബോഡി ദാറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു സ്റ്റെം ആൻഡ് ലീവ്സ് ആൻഡ് ലാക്സ് ട്രൂ റൂട്ട്സ് ആൻഡ് എ വസ്കുലർ ഓർഗനൈസേഷൻ. അതായത് സ്റ്റെം, ലീവ്സ്, റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ് ബോഡി, അതിനെയാണ് നമ്മൾ താലസ് എന്ന് പറയുന്നത്. നോർമലി ഒരു പ്ലാന്റ് ബോഡിക്ക് നമുക്ക് പാർട്സ് പറയാൻ പറ്റും അല്ലേ. അതായത് ലീവ്സ്, റൂട്ട്സ്, സ്റ്റെം, അങ്ങനെ നമുക്ക് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൽഗയിൽ പ്ലാന്റ് ബോഡിയെ അങ്ങനെ സ്റ്റെം, ലീവ്സ്, റൂട്ട്സ് എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് താലസ് എന്ന് പറഞ്ഞത്. സോ താലസ് ആണ് ഇവിടുത്തെ പ്ലാന്റ് ബോഡി അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ടാണ് ആൽഗെ ആർ താലോയിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദേ ആർ ലാർജ്ലി അക്വാട്ടിക്, ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ. അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് മോസ്റ്റ്ലി ആൽഗെ. ഫ്രഷ് വാട്ടറിലും മറൈൻ എൻവയോൺമെൻറ്റ്സിലും നമുക്ക് ആൽഗെ കാണാൻ പറ്റും. ആൻഡ് ദേ ഒക്കുപ്പൈ എ വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്സ് സച്ച് ആസ് മോയിസ്റ്റ് സ്റ്റോൺസ് ആൻഡ് വുഡ്. വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്സിൽ ആൽഗെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആൽഗയും ഫംഗയും കൂടെ ചേർന്ന് വരുന്ന ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ലൈക്കൻസ് എന്നത്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. സിംബയോസിസ് എന്ന് പറയുമ്പോൾ 2 മെമ്പേഴ്സിനും 2 പാർട്ട്നേഴ്സിനും മ്യൂച്വൽ ബെനഫിറ്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ലൈക്കൻസിൻ്റെ കേസിൽ ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫംഗൈക്ക് കൊടുക്കും. ഫംഗൈ ആൽഗയ്ക്ക് വേണ്ടിയിട്ട് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കും. സോ 2 പാർട്ട്നേഴ്സിനും ഇവിടെ ബെനഫിറ്റ് ഉണ്ട്. ഇവിടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. അതിനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്. ലൈക്കൻസ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുപോലെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ആൽഗയും സ്ലോത്ത് ബിയറും തമ്മിൽ. ഈ കാണിച്ചിരിക്കുന്നത് സ്ലോത്ത് ബിയർ ആണ്. സ്ലോത്ത് ബിയറിൻ്റെ ദേഹത്ത് ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അത് ആൽഗയെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. ഇനി ആൽഗയുടെ ഫോം ആൻഡ് സൈസ് വേരിയബിൾ ആണ്. ചിലത് മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലർ തുടങ്ങി കൊളോണിയൽ, ഫിലമെൻറ്റസ്, മാസീവ് ഫോംസ് വരെ നമുക്ക് കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലർ ആൽഗയ്ക്ക് എക്സാമ്പിളാണ് ക്ലാമൈഡോമോണാസ്. കൊളോണിയൽ ഫോംസിന് എക്സാമ്പിളാണ് വോൾവോക്സ്. ഇതുപോലെ കോളനീസ് ഫോം ചെയ്യും. ഫിലമെൻറ്റസ് ആൽഗയ്ക്ക് എക്സാമ്പിൾ യൂലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. ചില ആൽഗെ മാസീവ് ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഗെ യൂഷ്വലി സിമ്പിൾ ആണെന്ന്. അതുപോലെ സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കില്ല, ചിലത് മാസീവ് പ്ലാന്റ് ബോഡീസ് ഫോം ചെയ്യും. അതിന് എക്സാമ്പിളാണ് കെൽപ്സ്. കെൽപ്സ് മറൈൻ ഫോമാണ്. നെക്സ്റ്റ്, റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ആൽഗെ 3 രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. ബൈ വെജിറ്റേറ്റീവ് മീൻസ്, അസെക്ഷൽ മീൻസ് ഓർ സെക്ഷൽ മീൻസ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓരോ ഫ്രാഗ്മെൻറ്റും ഓരോ താലസ് ആയിട്ട് മാറും. താലസ് എന്നത് പ്ലാന്റ് ബോഡിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫംഗസിന് മൈസീലിയം പഠിച്ചില്ലേ, അതുപോലെ
ആൽഗയുടെ പ്ലാൻ ബോഡിക്കാണ് താലസ് എന്ന് പറയുന്നത്. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് ഓരോ ഫ്രാഗ്മെൻറ്റും ഓരോ താലസ് ആയിട്ട് മാറും. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ സ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. മോസ്റ്റ് കോമൺ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറ് സൂസ്പോസ് ആണ്. സൂസ്പോസ് ഫ്ലാജല്ലേറ്റഡ് ആണ്. ഫ്ലാജല്ലുള്ള സ്പോസ് ആണ് സൂസ്പോസ്. അതുകൊണ്ട് തന്നെ മോട്ടൈലായിരിക്കും, മൂവ്മെൻ്റ് ഉള്ള സ്പോസ് ആയിരിക്കും സൂസ്പോസ്. ആൻഡ് ദീസ് സൂസ്പോസ് ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസസ് ന്യൂ ആൽഗി. സൂസ്പോസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ആൽഗി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 2 gametes. 2 gametes ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇഫ് ദ gametes ആർ സിമിലർ ഇൻ സൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഐസോഗ്യാമസ്. 2 gametes സിമിലർ ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ക്ലാമൈഡോമോണാസും സ്പൈറോഗേറയും. ക്ലാമൈഡോമോണാസിൻ്റെ കേസിൽ ഗ്യാമേറ്റ്സ് ഫ്ലാജല്ലേറ്റഡ് ആണ്, സിമിലർ ഇൻ സൈസുമാണ്. ഫ്ലാജല്ല ഉള്ളതുകൊണ്ട് തന്നെ മോട്ടൈലായിരിക്കും. സോ അവിടെ ഐസോഗ്യാമസ് ആണ്, 2 gametesഉം സിമിലർ ആണ്. ആൻഡ് സ്പൈറോഗൈറയിൽ ഗ്യാമേറ്റ്സ് നോൺ ഫ്ലജല്ലേറ്റഡ് ആണ്, പക്ഷേ സൈസ് വൈസ് സിമിലർ ആണ്. നോൺ ഫ്ലജല്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നോൺ മോട്ടൈലായിരിക്കും. എന്നാലും ഇവിടെയും സൈസ് സിമിലർ ആയതുകൊണ്ട് ഐസോഗ്യാമസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് അനൈസോഗ്യാമസ്. ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ഡിസ്സിമിലർ ഇൻ സൈസ്. സൈസിൽ സിമിലർ അല്ലാത്ത, ഒരേപോലെ അല്ലാത്ത ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനെയാണ് അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. ക്ലാമൈഡോമോണാസിൻ്റെ തന്നെ ചില സ്പീഷീസ് അനൈസോഗ്യാമസ് ആണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫ്യൂഷൻ ഓഫ് 1 large non-motile female gamete and a small motile male gamete is termed as oogamous. oogamous-ൽ വരുമ്പോഴേക്കും ഒരു വലിയ നോൺ മോട്ടൈലായിട്ടുള്ള ഫീമെയിൽ ഗ്യാമേറ്റും ചെറിയ മോട്ടൈലായിട്ടുള്ള മെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് വോൾവോക്സ്, ഫ്യൂക്കസ്. ഈ 2 കേസിലും 2 ഗ്യാമേറ്റ്സും ഡിസിമിലർ ആയിരിക്കും. ഇനി ആൽഗയുടെ കുറച്ച് യൂസസ് പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ ത്രൂ ഫോട്ടോസിന്തസിസ്. നമ്മൾ പറഞ്ഞു ആൽഗെ ഓട്ടോട്രോപ്സ് ആണെന്ന്, അല്ലേ? ക്ലോറോഫിൽ ബിയറിംഗ് ആണെന്നും പറഞ്ഞു. സോ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടത്താനുള്ള കപ്പാസിറ്റി ആൽഗയ്ക്കുണ്ട്. ആൻഡ് ഹാഫ് ഓഫ് ദ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത്, ഭൂമിയിൽ നടക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷനിൽ പകുതിയും നടത്തുന്നത് ആൽഗയാണ് ത്രൂ ഫോട്ടോസിന്തസിസ്. ആൻഡ് ബീയിങ് ഫോട്ടോസിന്തറ്റിക് they increase the level of dissolved oxygen in their immediate environment. ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത എൻവയോൺമെൻറ്റിൽ, അതായത് ഈ ആൽഗെ വളരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഉള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കൂട്ടും ഫോട്ടോസിന്തസിസ് വഴി. ഫോട്ടോസിന്തസിസിൽ എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുത്തിട്ട് ഓക്സിജൻ പുറത്ത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നതും ഓക്സിജൻ്റെ അളവ് എൻവയോൺമെൻറ്റിൽ കൂട്ടും എന്ന് പറഞ്ഞത്. കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യും. നെക്സ്റ്റ്, they are the primary producers of energy rich compounds which forms the basis of food cycle of all aquatic animals. എല്ലാ അക്വാട്ടിക് ആനിമൽസിൻ്റെയും ഫുഡ് സൈക്കിളിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്, എനർജി റിച്ച് കോമ്പൗണ്ട്സിൻ്റെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത് ആൽഗയാണ്. നമ്മൾ ഫുഡ് സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ചെറിയ ക്ലാസ്സിൽ, ഫുഡ് ചെയിൻ, ഫുഡ് വെബൊക്കെ. ഈ ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രൊഡ്യൂസേഴ്സ് എന്നാണ്, അല്ലേ? പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അങ്ങനെ പോകുന്നതാണ് ഫുഡ് ചെയിൻ. അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസംസിൻ്റെ എല്ലാം ഫുഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനർജി റിച്ച് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ആൽഗയിൽ നിന്നാണ്. നെക്സ്റ്റ്, ഓൾമോസ്റ്റ് 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗെ ആർ യൂസ്ഡ് ആസ് ഫുഡ്. ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് മറൈൻ സ്പീഷീസ് ഉണ്ട് ആൽഗയുടെ. ഏകദേശം 70ഓളം ആൽഗയുടെ സ്പീഷീസ്, മറൈൻ ഫോംസ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് പോർഫൈറ, ലാമിനാറിയ, സർഗാസം. ഇതൊക്കെ ചില മറൈൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ ഒരുപാട് ഹൈഡ്രോകൊളോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്.
ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയുന്നത് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ് ആണ്. ഇങ്ങനെ ഹൈഡ്രോകൊളോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗയ്ക്ക് എക്സാമ്പിളാണ് ആൽഗിൻ. ആൽഗിൻ ഒരു ബ്രൗൺ ആൽഗയാണ്. ദെൻ കെരാഗിൻ. കെരാഗിൻ റെഡ് ആൽഗയാണ്. പിന്നെ അഗർ. അഗർ എന്ന് പറയുന്നത് ഗ്രേസിലേറിയ, ജെലീഡിയം ഈ 2 ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് മൈക്രോബ്സിനെ ഗ്രോ ചെയ്യുന്നതിനുള്ള ഒരു മീഡിയമായിട്ടും അതുപോലെ തന്നെ ഐസ്ക്രീംസിൻ്റെയും ജെല്ലീസിൻ്റെയും എല്ലാം പ്രിപ്പറേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. അഗർ ഗ്രേസിലേറിയ, ജെലീഡിയം ഈ 2 ആൽഗയിൽ നിന്ന് എടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് മൈക്രോബ്സിനെ ഗ്രോ ചെയ്യുന്നതിനുള്ള മീഡിയമായിട്ടും ഐസ്ക്രീംസിൻ്റെയും ജെല്ലീസിൻ്റെയും എല്ലാം പ്രിപ്പറേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലോറല്ല ആൻഡ് സ്പൈറുലിന. ഇത് രണ്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള യൂണിസെല്ലുലർ ആൽഗയാണ്. സ്പേസ് ട്രാവലേഴ്സൊക്കെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഈ ആൽഗ യൂസ് ചെയ്യുന്നുണ്ട്. ഓർക്കുക, സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ആൽഗയാണ് ക്ലോറല്ല, സ്പൈറുലിന. ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള യൂണിസെല്ലുലർ ആൽഗയാണ്. അതുകൊണ്ടാണ് അവരിതിനെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതോടുകൂടി GK മിനിറ്റ്സിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാം.